ഒത്തിരി പേർക്കുള്ള ഒരു ഡൗട്ടാണ് ഇവിടെ നഴ്സിന് അല്ലാണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് ആ ഒരു ജോലിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സാലറി കിട്ടും. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹോസ്പിറ്റലിലോട്ട് വരുന്നതാണോ അല്ലെങ്കിൽ ആൾട്ടൻഹൈം അഥവാ ഓൾഡ് ഏജ് ഹോമിലോട്ട് വരുന്നതാണോ നല്ലത്. അപ്പം നിങ്ങൾ ജർമ്മൻ നാട്ടിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരൊക്കെ നിങ്ങൾ ഫ്രണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടിരിക്കും കേട്ടോ. ഗൈസ്, നിങ്ങൾക്കറിയോ ജർമ്മനിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഊടായ്പ ആളുകൾ, നമ്മളെ പറ്റിക്കുന്നവർ അല്ലെങ്കിൽ സ്കാം, ഇതൊക്കെ ഉള്ളൊരു സമയമാണ് കേട്ടോ. എനിക്കൊരു അടിപൊളി പണി കിട്ടി. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കൂടാതെ നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ബോർഡൻസിൽ നിന്ന് വന്നിട്ടുണ്ട്, അവരും ഉണ്ട്. നമ്മളിപ്പോൾ ഫോർസൈമിലുള്ള ഒരു വൈൽഡ് പാർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ സൂ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മൃഗങ്ങളൊക്കെ ഉള്ള, നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് കാണാവുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമുക്ക് പോയാലോ? കമോൺ ഗൈസ്. പിന്നെ ഒത്തിരി പേർക്കുള്ളൊരു ഡൗട്ടാണ് ഇവിടെ നഴ്സിന് അല്ലാണ്ട് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ആ ഒരു ജോലിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സാലറി കിട്ടും എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇതിന് 2 ടൈപ്പ് ഉണ്ട്. ഒരു വർഷത്തെ ഒരു കോഴ്സ് ഉണ്ട് നഴ്സിംഗ് അസിസ്റ്റൻറ്റിനുള്ള. ആ കോഴ്സ് പഠിച്ചവർക്ക് ഒരു സാലറിയാണ്. അതില്ലാണ്ട് ആർക്കും നമുക്ക് അത്യാവശ്യം ജർമ്മനൊക്കെ സംസാരിക്കുമെങ്കിൽ ആർക്കും ഇവിടെ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ കോഴ്സ് പഠിക്കാണ്ട് ചെയ്യുന്നവർക്ക് വേറൊരു സാലറിയാണ് കേട്ടോ കിട്ടുന്നത്. ഫ്ലീഗെ അസിസ്റ്റൻ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന് ഏകദേശം ഒരു 2200 യൂറോയോളം നമുക്ക് കിട്ടും. കോഴ്സ് പഠിച്ചവർക്കാണെങ്കിൽ ഏകദേശം ഒരു നഴ്സിനേക്കാളും ചെറിയ പൈസ കുറവേ ഉള്ളൂ. മറ്റേത് കോഴ്സ് പഠിക്കാണ്ട് കയറുന്നവർക്ക് ഒരു 1800, ഒരു 2000-ന് താഴെയാണ് ഇവർക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വരാവുന്നതാണ്. ഒത്തിരി പേര് വന്നത്, ഈ അടുത്ത് വന്ന പിള്ളേരെ നമുക്കറിയാം, വേറെ കുറച്ച് പ്രായമായവർ അല്ലെങ്കിൽ ഒത്തിരി പേരൊക്കെ ഈ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ജോലിക്ക് വേണ്ടിയിട്ട് ജർമ്മനിയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ചാൻസുകൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ട് വരാവുന്നതാണ്. ഇത് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവൻ ബോർഡൻസയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ജോയൽ, വൈഫ് ഉണ്ട് ജുവാന. അവർക്ക് ഇതേ നാണമാണ്, കൊച്ചു ഇവിടെ ഉണ്ട് കേട്ടോ. ഇതേ അൽഫിയുടെ കൂടെ ഇവർ നടക്കുന്നുണ്ട്. ആക്ച്വലി ഇവൻ എൻ്റെ കൂടെ നാട്ടിൽ ജർമ്മൻ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജർമ്മൻ നാട്ടിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരൊക്കെ നിങ്ങൾ ഫ്രണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടിരിക്കും കേട്ടോ. കാരണം ഇവിടെ നിങ്ങൾ വേറൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ ജോലിയിലൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ നഴ്സാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു സംസ്ഥാനത്ത് വന്ന് ജോലി ചെയ്യണമെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ കൂടെ ജർമ്മൻ പഠിച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും, ഒരു ഫാമിലി ഗാദറിംഗ് ആണെങ്കിലും, ഇപ്പോൾ ഇവർ നമ്മുടെ വീട്ടിലുണ്ട്, ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അവരുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജർമ്മനിയിൽ പോകാനും കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജർമ്മൻ പഠിക്കുവാണെങ്കിൽ നിങ്ങളുടെ കൂടെ ജർമ്മൻ പഠിക്കുന്നവരൊക്കെ ആയിട്ട് നിങ്ങളൊരു ടച്ച് കീപ്പ് ചെയ്യാൻ നോക്കുക. അവർ ജർമ്മനിയിലോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, എവിടെയാണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഗൈസ്, നമുക്ക് പണി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതെന്താണെന്നറിയോ? നമ്മുടെ ഒരു കാർ ഇപ്പോൾ നമ്മൾ മാറിയിട്ടോ, ഇപ്പോൾ നമുക്കൊരു കൊച്ചും കൂടി ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വലിയ വണ്ടി മേടിക്കാനായിട്ട്, നമ്മളൊരു കാർ മാറാനായിട്ട് പഴയ വണ്ടി നമ്മൾ വിൽക്കാനായിട്ട് ഇട്ടു. അപ്പം നമുക്ക് വന്ന സ്പാം കോളുകൾ, അല്ലെങ്കിൽ ഒരാവശ്യമില്ലാണ്ട് ആളുകൾ വിളിച്ചിട്ട് നമ്മളെ ശല്യം ചെയ്യുന്നത്, നമ്മുടെ ഒരു നമ്പർ അവർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ജർമ്മനിയിലെ ആളുകൾ അത് മിസ്യൂസ് ചെയ്യുന്നത്? ഒന്നും അല്ല കേട്ടോ. ഇപ്പം നമ്മുടെ വീട് ഇവിടെ വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ഇടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലുള്ളൊരു അവസരമാണ് ഇപ്പോൾ ഇവിടെ ആളുകൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ ഇപ്പോൾ ജർമ്മനിയിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ കൂടെയുള്ള ജർമ്മൻകാരൊക്കെ അവർ പറയുന്നത്, അവർ ഇതിന് വേണ്ടിയിട്ടൊരു സിം കാർഡ് എടുക്കും. ഇപ്പോൾ വീടൊന്ന് വാടകയ്ക്ക് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ വണ്ടി ഒന്ന് വിൽക്കണമെങ്കിലൊക്കെ അവരൊരു സിം കാർഡ് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ സിം കാർഡ് ഇവർ ട്രാഷ് ചെയ്യുന്ന ഒടിച്ച് കളയുകയാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കരുതുന്നത് പോലെ അല്ല സ്പാം കോളുകൾ അല്ലെ ഓട്ടോ ജനറേറ്റഡ് കോളുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹോസ്പിറ്റലിലോട്ട് വരുന്നതാണോ അല്ലെങ്കിൽ ആൾട്ടൻഹൈം അഥവാ ഓൾഡ് ഏജ് ഹോമിലോട്ട് വരുന്നതാണോ നല്ലത്. ഒത്തിരി പേർക്ക് ആൾട്ടൻഹൈമിൽ ഓൾഡ് ഏജ് ഹോമിലാണ് കിട്ടുന്നത്. ഇതായിട്ട് കെയർ ടേക്കറായിട്ട് ഓൾഡ് ഏജ് ഹോമിലോട്ട് വരുന്നു. ചേട്ടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒത്തിരി 4 ലക്ഷവും 5 ലക്ഷവും അല്ലെങ്കിൽ 6 ലക്ഷമൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചേട്ടാ, ഇവർ പറ്റിക്കുന്നതാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പൈസ കൊടുക്കേണ്ടതൊന്നും കാര്യമില്ല. എന്നാലും നിങ്ങൾക്ക് കിട്ടുവാണ്, ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള പൈസയൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. ലൈഫ് സെറ്റിലാവും. നഴ്സുമാരെ പോലെ തന്നെ നിങ്ങൾക്കും ബാക്കി എല്ലാ ബെനിഫിറ്റ്സും കിട്ടും. ഫ്ലീഗെ ഒരു ഇതാണ്, ഫ്ലീഗെ അസിസ്റ്റൻ്റ് എന്നല്ല, ഒരു ഫ്ലീഗെ മിറ്റാർബൈറ്റർ ഇൻ ഫ്ലീഗെ, ആ ഒരു ഇതാണ് നിങ്ങൾ വരുന്നത്. സോ നിങ്ങൾ വരുന്നത് ഹോസ്പിറ്റലിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയുടെ വ്യത്യാസം ഉണ്ടല്ലോ.
ആൾട്ടൻഹൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമുള്ളവരെ ശുശ്രൂഷിക്കുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗാൻസ ഗബോയുടെ ആ ഒരു ബിൽഡിങ്ങിന് മൊത്തത്തിൽ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഓടി നടന്ന് ഒത്തിരി പേരുടെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട വരുമായിരിക്കും. ഹോസ്പിറ്റലിലാണെങ്കിൽ നിങ്ങളൊരു വാർഡിലായിരിക്കും, നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ടാസ്കുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും നഴ്സുമാരോട് ചോദിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ നഴ്സിംഗ് തന്നെ ഒരു ശുശ്രൂഷയാണ്, എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ഡെഡിക്കേഷനും അതൊരു സർവീസാണെന്ന് കരുതി ചെയ്യുമ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ജോലി എന്തെങ്കിലും മാറണം, വേറെ എന്തെങ്കിലും ഇങ്ങോട്ട് വരാനായിട്ടൊക്കെയാണ് പലരും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്കത് ഇഷ്ടമാണ്, ആ ഒരു ജോലിയോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് അതിന് വേണ്ടിയിട്ട് വരിക. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുള്ള് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്ന വണ്ടി LPGയിൽ ഓടുന്ന ഗ്യാസിൽ, ഇവിടെ ഔട്ടോ ഗ്യാസ് എന്ന് പറയും, ഔട്ടോ ഗ്യാസിൽ ഓടുന്ന വണ്ടിയാണ് കേട്ടോ. നമ്മുടെ 3ാമത്തെ വണ്ടിയാണ് ജർമ്മനിയിൽ. അപ്പോൾ ഇത് ഔട്ടോ ഗ്യാസ് നമ്മളിപ്പോൾ ഒത്തിരി ഓടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി ലാഭമാണ്. അതിനെക്കുറിച്ച്, വണ്ടിയുടെ വിശേഷങ്ങൾ, എങ്ങനെ വണ്ടി ഇവിടെ മേടിക്കാം, എങ്ങനെ യൂസ്ഡ് വണ്ടി മേടിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. കൂടാതെ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങൾ ജർമ്മനിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനു വേണ്ടിയിട്ട് ജർമ്മൻ പഠിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ജർമ്മനിയിലോട്ട് വരാം, എന്ത് പഠിച്ചാൽ ഇനി 2026-27 വർഷങ്ങളിൽ ഇവിടെ ജോലി കിട്ടും, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മാസ്റ്റേഴ്സ് എന്ത് കോഴ്സ് പഠിക്കണം, പിന്നെ എന്ത് കോഴ്സ് പഠിക്കരുത്, ഒത്തിരി പേര് ചോദിക്കുന്നതാണ് കേട്ടോ. ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലൊക്കെ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന്. ചില കോഴ്സുകൾ ഇവിടെ പഠിച്ചാൽ ഇനി ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം. കീപ് ട്യൂൺഡ് ഗൈസ്. അപ്പം നമ്മൾ ആഡ് ഇട്ടപ്പോൾ തന്നെ ഇതുപോലെ ഒത്തിരി സ്പാം കോളൊക്കെ വന്ന് നമുക്ക് വണ്ടി വിൽക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ലക്കിലി ഇവിടുത്തെ ഒരു ജർമ്മൻ ഫാമിലി തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പൈസയ്ക്ക് നമുക്ക് വണ്ടി മേടിച്ചു. നമ്മൾ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഒത്തിരി ഓടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ മോള് ലൈസൻസ് എടുത്തു. അപ്പോൾ ആ മോൾക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അവരത് വണ്ടി മേടിച്ചു. നമുക്ക് വണ്ടി കിട്ടിയതും പോഷയിൽ വർക്ക് ചെയ്യുന്ന ഒരു അപ്പച്ചൻ തന്ന കേട്ടോ. ഒത്തിരി ഓടിയിട്ടില്ലായിരുന്നു, ഫുൾ ഓപ്ഷനായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ പൈസയ്ക്ക് പുള്ളി തന്നു. അങ്ങനെ ഒത്തു കിട്ടിയപ്പോഴാണ് നമ്മൾ വണ്ടി മേടിച്ചത്. അതിൻ്റെ വിശേഷങ്ങളും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റുന്ന, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ നടന്നിട്ട് ഫോർസെയിമിലെ വൈൽഡ് പാർക്കിൽ എത്തിയേക്കോട്ടോ. ഞാൻ പറഞ്ഞില്ല, വൈൽഡ് പാർക്ക് ഇതാണ്. ഇവിടെ ഒത്തിരി ടൈപ്പ് അനിമൽസ് ഒന്നും ഇല്ല, കുറച്ച് ടൈപ്പ് എന്നാലും ഉണ്ട്. റിലേറ്റീവ്ലി കുറച്ച് അനിമൽസ് ഉണ്ട്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഡയറക്റ്റ് ആടിനെയൊക്കെ കാണാം, അതിന് ഫുഡ് കൊടുക്കാം. കൂടാതെ മാനുകൾ, അങ്ങനെ പല അനിമൽസ്. പിന്നെ ഈ ലുക്സ് എന്ന് പറയുന്ന ഈ സാധനം, ഇത് ഫുഡ് എടുക്കുന്നത്, പിന്നെ അങ്ങനെ കുറച്ച് നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ വൈൽഡ് പാർക്കിൽ എത്തിയേക്കുവാണ് കേട്ടോ. ഇവിടെ ഒത്തിരി ജീവികളുണ്ട്, ചുറ്റും ജീവികളുണ്ട്. നമുക്ക് ആദ്യം തന്നെ ലുക്സിന് തീറ്റ കൊടുക്കുന്നത് കാണാൻ പോവാം. ഗൈസ്, ഇപ്പോൾ ലുക്സ് വന്നിട്ടുണ്ട്. ലുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുതരം കാട്ടുപൂച്ച കണ്ടോ, നമ്മളെല്ലാവരും ഉണ്ട്. ഇതിന് ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഫുഡ് ഈ കേബിളിൽ തൂങ്ങി വരും, അതപ്പോൾ ഇത് ചാടി പിടിക്കും. ഇതിനൊരു എക്സസൈസ് ചെയ്യിപ്പിക്കുന്നതൊക്കെ കേട്ടോ ഇവർ. ഇത് വർത്ത് വാച്ചിങ് ആണ്. ഇപ്പോൾ ഇവിടെ വരുന്നതും നടക്കുന്നതും ഒക്കെ ഈ ഒരു സാധനം കണ്ടാൽ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഒത്തിരി പേരുണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ആൽഫയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ടോ, ആ ഫ്രണ്ടിലുണ്ട് കേട്ടോ ലുക്സ്. ഇത് കൂടാതെ ഇപ്പോൾ ജർമ്മനിയിൽ കുറച്ച് മോശം ക്ലൈമറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ചൂടുണ്ട്, നല്ല സണ്ണുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് വിറ്റമിൻ ഡി ഒക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇച്ചിരി വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട്, പിന്നെ കുറച്ചൊന്ന് നടക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അടിപൊളി ഫാമിലി ടൈമാണ്. കൂടാതെ ഇതുപോലുള്ള എൻ്റർടൈൻമെൻറ്റുകളും കൂടെ ഉണ്ട്.
ഇനി നമുക്ക് അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണാം. നിങ്ങൾക്ക് പുറകെ കാണാമോ, നീർനായ ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ നീർനായകളുണ്ട്. അതിന് ഫുഡ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. നല്ല രസമാണ്. നമ്മുടെ നാട്ടിലെ പുഴകളിൽ ഇപ്പം നീർനായ, മുതല, ചീങ്കണ്ടി ഇല്ലാത്ത സാധനം ഇല്ലെന്നാണ് കേട്ടോ നാട്ടിൽ വിളിക്കുമ്പോൾ പറയുന്നത്. പക്ഷേ ഇവിടെ ഇത് കുട്ടികൾക്ക് നേരിട്ട് കാണാനും അവിടെ ഗ്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ ഡയറക്റ്റ് ഇവർ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയാണ് നീന്തുന്നത്, എങ്ങനെയാണ് ഫുഡ് എടുക്കുന്നത്, അത് കൊണ്ടുപോയി വെച്ച് കഴിക്കുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ. നമുക്കപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. നോക്കി, നീർനായ കയറി ഇരിക്കുന്ന കണ്ടോ നിങ്ങൾ? നിങ്ങൾ കണ്ടോ, അതേ കോഴിക്കുഞ്ഞിനെയാണ് കേട്ടോ ഇത് കഴിക്കാൻ കൊടുത്തിരിക്കുന്നത്. അവൻ്റെ കയ്യിൽ അത് ഇരിക്കുന്നുണ്ട്. കോഴിക്കുഞ്ഞിനെ കടിച്ചുകൊണ്ട് പോകുന്ന കണ്ടോ? കണ്ടോ, കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഇതിന് ഫുഡായിട്ട് ഇവർ ഇട്ട് കൊടുത്തേക്കുന്നത്. അവനത് കൊണ്ടുപോയി എവിടെയെങ്കിലും കറക്റ്റായിട്ട് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. കണ്ടോ, അത് തിരിച്ചു പോകുന്നു. നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. അവൻ അതിനെയും കൊണ്ട് തിരിച്ചു പോകുന്നുണ്ട്. അത് ഈ വരുന്നു കണ്ടോ, അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കണ്ടോ. നമ്മൾ നോക്കുന്നോണ്ടാന്ന് തോന്നുന്നു. അവിടെ വെച്ചിട്ട് ഇപ്പൊ പോയി. ഞങ്ങൾക്ക് കൊടുക്കണോ? ഇതിന് നമുക്ക് കൊണ്ടുപോയാലോ? തീർന്നു പോയി. ഇതും തിന്നുവേ. ബേബി പശുമാമയാണോ? അവിടെ ഉണ്ടോ? ഇതിന്റെ ബേബി. അത് അമ്മ അപ്പ. ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒത്തിരി കാണാത്തൊരു ജീവിയാണ് കേട്ടോ. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഫുഡ് കൊടുക്കാവുന്നതാണ്. ആക്ച്വലി നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇതിന്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നുമെന്നറിയില്ല. പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരു പാർക്ക് പോലെയും ഒത്തിരി റൈഡുകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. കൂടാതെ വലിയവർക്ക് കളിക്കാനുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഈ നമ്മുടെ മരത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകുന്ന ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഇല്ല. ആക്ച്വലി മഴയൊക്കെ പെയ്ത് ഭയങ്കര ചെളിയൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. എന്നാലും പിള്ളേർ ഇവിടെ ചെളിയിലൊക്കെ കളിക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേർ പക്ഷേ ഇതിൻ്റെ അകത്ത് ചെളിയിൽ കളിക്കാനായിട്ട് വിട്ടില്ല. ഇന്ന് ഇവനായിരുന്നു കേട്ടോ എൻ്റെ ക്യാമറാമാനോൻ ജോയൽ. ഗൈസ്, നമ്മളിങ്ങനെ പുറത്തോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു അനിമൽസ് ഉള്ള ഒരു സ്ഥലത്തോട്ട് വരാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം ഇവർക്കും ഒരു കൊച്ചുണ്ട്, നമുക്കും ഒരു കൊച്ചുണ്ട്. അപ്പോൾ പിള്ളേരുടെ ഈ ഒരു ഏജിൽ നമ്മുടെ നാട്ടിലെ പോലെ ഒത്തിരി അനിമൽസിനെ ഒന്നും പിള്ളേർ കാണുന്നില്ലല്ലോ ഇവിടെ. ആകെ പട്ടീനെയും പൂച്ചേനെയൊക്കെയാണ് കാണുന്നത്. സോ ഇതുപോലുള്ള അനിമൽസിനെ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ കാർട്ടൂണിലോ അല്ലെങ്കിൽ TV കാണുന്നതോ ഇതൊന്നും അല്ലാണ്ട് റിയലായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും അവർക്ക് ഒത്തിരി എക്സ്പീരിയൻസ്, ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവരെ ഇത് കാണിച്ചു കൊടുക്കുന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കൂടാതെ ഈ ലുക്സ്, ഇതൊക്കെ ഫുഡ് എടുക്കുന്നതൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ജർമ്മനിയിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ ജീവിത വിശേഷങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പോവാണ് ചേട്ടാ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് റിപ്ലൈ തരാം. പിന്നെ കൂടാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഈ ചാനലിൽ വരുള്ളൂ. എല്ലാം നിങ്ങൾക്ക് ഉപയോഗമുള്ള വീഡിയോകളാണ് വരുന്നത്. സോ നമുക്ക് അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ബൈ ബൈ.